അതുപോലെ ചേട്ടന്റെ മേക്കപ്പിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു ക്യാരക്ടറാണ് കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമയിൽ. അതില് ദിലീപിന് ഉടനീളം ആ ക്യാരക്ടറിനൊരു കൂന് കൊടുക്കുന്നു. അതൊക്കെ എങ്ങനെയാണ്? ആ കൂനൊക്കെ സെറ്റ് ചെയ്തത് എങ്ങനെയാണ്? നേത്രധാമിലെ കൂനൻ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷിലൊരു സിനിമയുണ്ട്. നോത്രഡാമിലെ കൂനൻ. അത് 1960-കൾക്ക് മുമ്പ്, അത് 60-കൾക്ക് മുമ്പാണ് ആ സിനിമ വന്നത്. അതിൽ ഇങ്ങനെ ഒരു ആക്ടറെ കൂനാക്കിയിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ പ്രോസ്തറ്റിക് മേക്കപ്പിൽ ആദ്യത്തെ കടന്ന് കയറ്റം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ ഈ സിനിമയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതിയിലല്ല ഈ സിനിമയിൽ ദിലീപിനെ കൂനാക്കിയത്. കൂനനായിട്ട് പ്രോസ്തറ്റിക് മേക്കപ്പാണ് അത് ചെയ്തിട്ടുള്ളത്. അതിനെ എന്നെ സഹായിക്കാനായിട്ട് ബോംബെ നിന്നൊക്കെയുള്ള എപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. രമേഷ് മൊഹന്തി, അനിൽ പെംഗരിക്കർ, പറഞ്ഞ നല്ല സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ സഹായത്തിലാണ് അത് ചെയ്തത്. അതാണ് ആദ്യത്തെ ഒരു പ്രോസ്തറ്റിക് വർക്ക്. അതിനും സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ് കുഞ്ഞിക്കുഞ്ഞ്. പക്ഷേ അതൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊന്നൊരു വെല്ലുവിളിയോ അത്ഭുതകരമായ വർക്കൊന്നുമല്ല. ഇതൊക്കെ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. നമ്മളത് കൂടുതൽ നമ്മൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ അത് ചെയ്യാൻ ശ്രമിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് കണ്ടുകൊണ്ട് ചെയ്യുന്നതല്ല. ചില സന്ദർഭങ്ങളിൽ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തോന്നുന്നു മാത്രമേ ഉള്ളൂ. അതിലെന്തെങ്കിലും കണ്ടിന്യൂറ്റി ഇഷ്യൂസ് വന്നിട്ടുണ്ട്? കാരണം സെയിം ലുക്ക് തന്നെ സിനിമയിലുടനീളം അതൊരിക്കലും ഒരു സിനിമയിലും ആ കണ്ടിന്യൂറ്റി പലരും ചോദിക്കുന്ന ഒരു ചോദ്യം. പക്ഷെ അങ്ങനെ ഇന്നത് ഒട്ടും പ്രസക്തമല്ല. ഇന്ന് നമുക്ക് മോണിറ്ററിലെ എല്ലാ ഷോട്ടുകളും നമുക്ക് കാണാൻ പറ്റും. കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാൻ പറ്റും. അതിന് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് മേക്കപ്പിന് വേണ്ടി മാത്രം നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂറ്റി ഒരു പ്രശ്നമാവില്ല. പക്ഷെ ആളുകൾ മാറി വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കൈപ്പഴക്കം കൊണ്ട് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതല്ലാതെ ഒരാൾ തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അയാൾ കൂടുതൽ പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഉടയോൺ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തു മോഹൻലാലിന്. അതാകെ 10 ദിവസം, ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിന് 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ആ വയസ്സൻ വേഷം. പക്ഷെ സിനിമ വളർന്നപ്പോഴത്തേക്കും സിനിമയിൽ ആ കഥാപാത്രത്തിന് വളർച്ചയുണ്ടാകുകയും അത് 10-80 ദിവസം ആ കഥാപാത്രത്തിന് അതേപടി മേക്കപ്പ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത് വേണമെന്ന് വിചാരിച്ചിട്ട് ഇന്നതാകണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നില്ല. പ്രത്യേക സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു.